നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങളുടെ ഓർമ്മകൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന പേഴ്സണ് എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഓർമ്മകൾ എങ്ങനെയാണ് അവരെ കണക്റ്റ് ചെയ്യുന്നത്, അവരുടെ ഉള്ളിലുള്ള ആ സമയത്തെ ആ ഒരു ടൈമിംഗ് ഇമോഷൻസ് എന്താണ്, ഒരു പക്ഷേ നിങ്ങൾ ഈ കാത്തിരിക്കുന്നതിന്, നിങ്ങൾ ഈ വെയിറ്റിംഗ് നിൽക്കുന്നതിനുള്ള ഫലം എന്താണ് എന്നുകൂടി നമുക്ക് എനർജിയിൽ നോക്കാം കേട്ടോ. ഫസ്റ്റ് തന്നെ ഇത് നിങ്ങൾ ഏത് വ്യക്തിക്ക് വേണ്ടിയിട്ടാണോ കാണുന്നത്, ആ പേഴ്സണെ മനസ്സിൽ വിചാരിച്ച് അവരെക്കുറിച്ചുള്ള അവരുടെ ഒരു പേര് ഒരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് അവരെ ശരിക്കും മനസ്സിൽ അവരെക്കുറിച്ചുള്ള നിങ്ങളുടെ ഓർമ്മകൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച് തന്നെ റീഡിങ്സ് കാണാൻ ശ്രമിക്കുക. റീഡിങ്സ് ജനറൽ റീഡിങ്സ് ആണ്. റെസനേറ്റ് ആവണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്ത് തന്നെ റീഡിങ്സ് കാണണം. നിങ്ങളുടെ പ്രസൻസ് ഉണ്ടായാൽ മാത്രമാണ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന ഒരു റീഡിങ്സ് വരികയുള്ളൂ. അതുപോലെ തന്നെ താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു ഏഞ്ചൽസ് എന്നുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൂടി പറയാൻ ശ്രമിക്കുക. അഫർമേഷൻസ് എഴുതാൻ ശ്രമിക്കുക. ജീവിതത്തിൽ നിങ്ങൾ എന്താണോ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നത്, നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത്, എന്താണോ നിങ്ങൾ അമിതമായി ചിന്തിക്കുന്നത്, അത് നിങ്ങളെ തേടി വരുമെന്ന് തന്നെ നിങ്ങൾ വിശ്വസിക്കുക, മനസ്സിലാക്കുക. വിശ്വസിക്കുന്നതിനപ്പുറത്തേക്ക് അതാണ് ഏറ്റവും വലിയൊരു നഗ്ന സത്യമെന്നുള്ളത് മനസ്സിലാക്കുക. നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കൺഫ്യൂഷൻ വെച്ചുകൊണ്ട് നിങ്ങൾ ടാറോ റീഡിങ്സ് കണ്ടിട്ട് കാര്യമില്ല. ടാറോ റീഡിങ്സ് എന്ന് പറയുന്നത് ഫിസിക്കൽ സംബന്ധമായിട്ടുള്ള റീഡിങ്സ് അല്ല, മൈൻഡ് റീഡിംഗ് ആണെന്ന് മനസ്സിലാക്കുക. ഒരാളുടെ മൈൻഡാണ്, മനസ്സിലെ തോട്ട്സിനെയാണ് നമ്മൾ എടുക്കുന്നത്. അതായത് നമുക്കൊരു വ്യക്തിയുടെ മനസ്സ് വായിക്കാൻ സാധിക്കില്ല, പക്ഷേ ടാറോയ്ക്ക് ഒരു വ്യക്തിയുടെ മനസ്സ് വളരെ വ്യക്തമായിട്ട് വായിച്ച് തരാൻ പറ്റും. പുറമേ നിങ്ങളോട് വളരെ മോശമായിട്ട് പെരുമാറുന്ന ഒരു പേഴ്സൻ്റെ ഉള്ളിൽ നിങ്ങളോട് ആ ഒരു ഇമോഷൻസ് ആണോ അതല്ലെങ്കിൽ മറ്റൊരു ഇമോഷൻസ് ആണോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു ഉപാധിയാണ് ടാറോ റീഡിങ്സ്. അത് ഫസ്റ്റ് മനസ്സിലാക്കുക. പുറമേ കാണുമ്പോൾ മുഖം തിരിച്ചു പോയെന്നും നിങ്ങളെ കണ്ടപ്പോൾ മിണ്ടിയില്ല എന്നൊന്നും നിങ്ങൾ ചിന്തിക്കുന്ന ഈ കാര്യമില്ല, അവരുടെ മൈൻഡാണ്. പിന്നെ ജനറൽ റീഡിങ്സിനകത്തുള്ള ഒരു കാര്യത്തിലും നിങ്ങൾ നെഗറ്റീവായൊരു അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. കാരണം അത് നിങ്ങളെ റെസനേറ്റ് ആകണമെങ്കിൽ നിങ്ങളുടെ എനർജിയെ നിങ്ങൾ കണക്റ്റ് ചെയ്യണം. അതല്ലാതെ വായിക്കുന്നവരെയോ ടാറോയോ നിങ്ങൾ കുറ്റം പറയുന്നതിൽ യാതൊരു കാര്യവുമില്ല. അത് നിങ്ങളെ സംബന്ധിക്കുന്നതാണ്. അതായത് ഒരു പേഴ്സണൽ റീഡിങ്സ് ആണെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും സമയമൊക്കെ കണക്റ്റ് ചെയ്ത് എടുത്തു നോക്കുമ്പം അവിടെ കിട്ടുന്ന റീഡിങ്സ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് റെസനേറ്റ് ആക്കി തരേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു എനർജിയിലേക്ക് പോകേണ്ടത് ടാറോയുടെ കടമ തന്നെയാണ്. അത് ഓക്കെയാണ് കേട്ടോ. അപ്പം ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ടാറോ എന്ന് പറയുന്നത് മൈൻഡ് റീഡിംഗ് ആണ്, മനസ്സ് വായിക്കുന്നൊരു സിറ്റുവേഷൻസാണ്. അതല്ലാതെ പുറമേ കാണുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ ടാറോയെ വെച്ച് നോക്കണ്ട. ആ വരാൻ പോകുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ മറ്റൊരാളുടെ മനസ്സിലുള്ള ആ ഒരു ഫീലിങ്സ്, അവർ ചിന്തിക്കുന്നത് എന്താണ്, അവർ ആക്ഷൻ നെക്സ്റ്റ് എടുക്കാൻ സാധ്യതയുള്ളത് എന്താണ്, ഇതൊക്കെയാണ് നമുക്ക് വ്യക്തമായിട്ട് വായിച്ച് നിങ്ങൾക്ക് തരുന്നത്. പിന്നെ കർമ്മ ഹീലിംഗ്, അങ്ങനെ എന്ത് കാര്യവും ഞാൻ പറഞ്ഞില്ലേ, നമ്മൾക്ക് മനുഷ്യൻ അസാധ്യമാകുന്നത് ടാറോയ്ക്ക് സാധ്യമാണ്, ഈശ്വരന് സാധ്യമാണ് എന്ന് പറയുന്നത് പോലെയെന്ന് മാത്രം മനസ്സിലാക്കുക കേട്ടോ. പിന്നെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. തീർച്ചയായിട്ടും നമുക്കിവിടെ നിങ്ങളുടെ എനർജി അവരെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റും. ദ ലവേഴ്സ് എനർജി, 2 ഓഫ് കപ്സിൻ്റെ എനർജി, ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി, 4 ഓഫ് വാണ്ട്സിൻ്റെ എനർജി. 3 ഘട്ടങ്ങളിലും നിങ്ങളെ സംബന്ധിച്ച് അവരുടെ മനസ്സിൽ തട്ടിയിരിക്കുന്ന ഫീലിങ്സ് വളരെ സ്ട്രോങ് തന്നെയാണ്. അതായത് നിങ്ങളെ അവർക്ക് വാല്യൂ കൽപ്പിക്കാതിരിക്കാനോ നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കാതിരിക്കാനോ ഒന്നും പറ്റത്തില്ല. നിങ്ങളെ അവർക്ക് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അത് പുറമേ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ അവരുടെ മനസ്സുകൊണ്ട് അവർ 100 പ്രാവശ്യമെങ്കിലും നിങ്ങളെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ എത്രത്തോളം പൂർണ്ണതയുള്ളതായിരുന്നു, എത്രത്തോളം പ്രഷ്യസ് ആയിരുന്നു, അവർക്ക് ഏറ്റവും പോസിറ്റീവ് എനർജി നൽകിയിരുന്ന ഒരു പേഴ്സൺ ആയിരുന്നു എന്നുള്ളതെല്ലാം അവർ മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ ലൈഫിൽ ഇനിയിട്ട് അവർക്ക് ഇതുപോലൊരു വ്യക്തിയുടെ പ്രസൻസ് ലഭിക്കാനും പോകുന്നില്ല. ഇതിനു മുമ്പ് അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുമില്ല എന്നുള്ളത് വരെ അവർ വ്യക്തമായിട്ട് നമ്മുടെ ഈ കാർഡ്സുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ പ്രകൃതി ഈ എനർജി അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക തന്നെ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഓവറോൾ എനർജിയിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ, അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയോടൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങൾ മാത്രമേ ഈ പേഴ്സണ് ഹാപ്പിനെസ് ഉണ്ടായിട്ടുള്ളൂ, അല്ലെങ്കിൽ അവർ സന്തോഷിച്ചിട്ടുള്ളൂ. ശരിക്കും നമുക്ക് വേണ്ടി നമ്മൾ ജീവിച്ചു എന്ന് പറയുന്നത് പോലെ
നിങ്ങൾ ജീവിച്ചത്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ജീവിച്ച സമയം, അതായത് നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചതും നിങ്ങൾ മനസ്സിൽ വിചാരിച്ച എനർജി കണക്ട് ചെയ്തിരിക്കുന്ന വ്യക്തി അവർക്ക് വേണ്ടി ജീവിച്ചതും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നൊരു ടൈമിങ്ങിൽ തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല നമുക്ക് എനർജിയിൽ കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ പ്രസൻസ് അവരെ എത്രത്തോളം സ്വാധീനിക്കുന്നു, നിങ്ങളുടെ ഓർമ്മകൾ അവരിൽ എത്രത്തോളം കണക്റ്റഡ് ആണെന്നുള്ളൊരു ചോദ്യത്തിന് ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി തന്നെയാണ് വന്നിരിക്കുന്നത്. അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു ഫീലിങ്സ് ആണ്. അവരുടെ ഹൃദയത്തിൽ ശക്തമാകുന്ന ഹാർട്ട് ബ്രോക്കൺ ഉണ്ട്, പെയിൻ ഉണ്ട്, കുറ്റബോധമുണ്ട്. മനസ്സ് തുറക്കാൻ അവർ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെ അവർ സ്നേഹിച്ചിരുന്നു, സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും നിങ്ങളെ അവർ ചേർത്തു പിടിച്ചിരുന്നു എന്ന് പറയാൻ അവർ ആഗ്രഹിക്കുന്നു. ഒരു പക്ഷേ നിങ്ങൾ അവരെ എത്രത്തോളം ആഴത്തിൽ സ്നേഹിച്ചിരുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നു എന്നുള്ളതും അവർ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. ശരിക്കും നിങ്ങളിലേക്ക് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത്. അതായത് നിങ്ങൾക്കൊരു കപ്പ് ഓഫ് ലവ് നൽകാൻ നിങ്ങളുമായിട്ട് ഒരു പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ അവരാഗ്രഹിച്ച ആ ഒരു പഴയകാല റൊമാൻസ് എനർജി, സ്നേഹം, പ്രസൻസ്, സാന്നിധ്യം, സപ്പോർട്ട്, കെയറിങ്, ഇതെല്ലാം കണക്റ്റ് ചെയ്ത് ഒരു സമ്പൂർണമാകുന്ന ഒരു ലോകം പടുത്തുയർത്താൻ അവരാഗ്രഹിക്കുന്നു എന്ന് തന്നെ നമുക്ക് എനർജിയിലേക്ക് നോക്കുമ്പം പറയാൻ സാധിക്കുന്നുണ്ട്. അവരെന്തൊക്കെയോ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ ഫേസ് ടു ഫേസ് നോക്കാൻ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യാൻ അവരുടെ ഈഗോ ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ആക്ഷൻ എടുക്കാൻ ഇമോഷണലി ഒരു മടി ഫീൽ ചെയ്യിക്കുന്നുണ്ട്. അവരെ നിങ്ങളിലേക്ക് വന്നാലോ എന്ന് ചിന്തിക്കുമ്പോൾ ഒരു സ്തംഭന അവസ്ഥ അവരിൽ കാണുന്നുണ്ട്. നിങ്ങളെ അവർ ഒരുപാട് സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് നൽകുന്ന ഒരു കപ്പ് ഓഫ് ലവ് എനർജി എന്ന് പറയുന്നത് മറ്റൊരിടത്തും അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റൊരിടത്തും കൊടുക്കുമ്പം ഈ പേഴ്സണ് സംതൃപ്തി ഫീൽ ചെയ്യുന്നില്ല. നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യത്തോളം ഇവരെ കണക്റ്റ് ചെയ്യുന്ന ഒരു പ്രസൻസും അവരുടെ ലൈഫിൽ ഇപ്പോൾ കറൻറ്റിലി ഇല്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത് അവരുടെ കുറേ സ്വപ്നങ്ങൾ നിങ്ങളോടൊപ്പം തന്നെ പൂർത്തീകരിച്ചാൽ കൊള്ളാം, അല്ലെങ്കിൽ പൂർണ്ണതയിൽ എത്തിച്ചാൽ കൊള്ളാമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കൺഫ്യൂഷൻ നിൽക്കുന്നുണ്ട്. എവിടെയോ എന്തോ ഒരു സംതിങ് റോങ് ഫീലിങ്സ്, ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ, ഒരു ക്ലാരിറ്റി കുറവ് അവരിൽ നമുക്ക് സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു അൺഹെൽത്തി ഫീലിങ്സ്, മറ്റെന്തോ ഒരു പ്രോബ്ലംസ് നിങ്ങൾക്കിടയിലുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഫാമിലി ആയിട്ട് ജീവിക്കുന്നവരാവാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ, കണക്റ്റഡ് ആവുന്നതിന് തടസ്സങ്ങളുണ്ട് എന്നുള്ളൊരു എനർജി, അതൊരു വലിയ എനർജി ആയിട്ട് തന്നെയാണ് തടസ്സത്തെ കാണിക്കുന്നത് കേട്ടോ. 6 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്ന് നിൽക്കുന്നത്. നമുക്കിതിനകത്ത് ഒന്നും പറയാനില്ല. 6 ഓഫ് കപ്സിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ വളരെ ആഴത്തിൽ പെയിൻ അനുഭവിക്കുകയാണ്, നിസ്സഹായത, എന്നാൽ വിട്ട് കളയാനും പറ്റുന്നില്ല. അതായത് നിങ്ങളുടെ ഓർമ്മയിൽ നിന്നും അവർക്ക് പുറത്ത് കടക്കാൻ എത്ര ശ്രമിച്ചിട്ട് സാധിക്കുന്നില്ല. നിങ്ങളിൽ അവർ കുടുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയാണ്. അവർ ചിന്തിക്കുന്നത് ഓരോ നിമിഷവും നിങ്ങളുടെ ആ ഒരു ഇമോഷണൽ എനർജി അവരിൽ കണക്റ്റഡ് ആകുന്ന ഒരു ഫീലിങ്സ് മറക്കാൻ പറ്റത്തില്ല എന്നതും, ഇത് എന്തോ ഒരു കണക്ഷൻസ്, ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും കർമ്മ കണക്ഷൻസ് ആണോ, ഇത് എന്തുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ നിന്നും എനിക്ക് പുറത്ത് കടന്ന് മറ്റൊരു സിറ്റുവേഷൻസിലേക്കോ എൻ്റെ ജീവിതത്തിലേക്കോ ഫോക്കസ് ചെയ്യാൻ പറ്റാതെ പോകുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷൻ, അതുപോലെ നിരാശ, വല്ലാതെ പെയിൻ എനർജിയാണ് അവർ അനുഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. അവർ സറണ്ടർ ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അവർ തോറ്റു എന്നുള്ള ഒരു അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. അവരുടെ ജീവിതത്തിൽ അവർ വളരെയധികം പ്രഷ്യസ് ആയിട്ട്, പവർഫുള്ളായിട്ട്, ഫിസിക്കലി അവർ ഓക്കെ ആയിട്ടാണ് കടന്നു പോകുന്നത്. അവരുടേതാകുന്ന സ്വപ്നത്തിലൂടെ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾക്കൊത്ത് അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പേഴ്സൺ തന്നെയാണ്. പക്ഷേ അവരെ സംബന്ധിച്ച് ഇമോഷണലി അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. വളരെ സ്ട്രെസ് എനർജിയാണ്. സ്ട്രെസ് എനർജിയേക്കാൾ കൂടുതൽ അവർ ഇമോഷണലി ഡൗൺ ആണ്, വിരഹമാണ് അവർ അനുഭവിക്കുന്നത്. അവരുടെ മൈൻഡ് അല്ലെങ്കിൽ അവരുടെ ചിന്തകൾ, അവരുടെ ആ ഒരു ഇമോഷണൽ എനർജി അവർക്ക് പിടിച്ചു നിർത്താൻ പറ്റാത്ത വിധം ദുഃഖം ഫീൽ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. എന്തോ ഒന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അതായത് അവർക്കൊരു പൂർണ്ണത ഉണ്ടാക്കുന്ന, അവർക്കൊരു സന്തോഷം, സമാധാനം, ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന, ഒരു പൂർണ്ണത ഉണ്ടാക്കി കൊടുക്കുന്ന എന്തോ ഒന്ന് അവർക്ക് നഷ്ടപ്പെട്ടു. അതെന്താണെന്ന് കണ്ടെത്താനോ അല്ലെങ്കിൽ അതിലേക്കൊന്ന് ഫോക്കസ് ചെയ്യാനോ അവർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ അവർ കറൻറ്റ്ലി അവരുടെ സിറ്റുവേഷൻസ്
സിറ്റുവേഷൻസിൽ അവർ സറണ്ടർ ചെയ്ത് നിൽക്കുകയാണ്, തോറ്റ് നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി ഉണ്ട്. എഫോർട്ട് എടുക്കാൻ മനസ്സുള്ള, സ്വപ്നങ്ങളിലൂടെ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്ന, നല്ല നല്ല ഉയർച്ചകൾ, സുഖ സൗകര്യങ്ങൾ, ഭൗതിക സുഖങ്ങളെയൊക്കെ ഫോക്കസ് ചെയ്യുകയും അതുപോലെ തന്നെ അഡിക്ഷൻ, അവർക്ക് മുന്നിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസൊക്കെ ഉള്ള പേഴ്സണാണ്. അവർക്ക് ഒരുപാട് അഡിക്ഷൻ, പലരോടും അഡിക്ഷൻ അല്ലെങ്കിൽ പല ബന്ധങ്ങളിലും അവർ കണക്റ്റഡ് ആവാൻ സാധ്യതയുള്ള വ്യക്തികളുമാണ്. പക്ഷെ അവരെ സംബന്ധിച്ച് അവർക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് അവരുടെ ലൈഫിലൂടെ കടന്നു പോയാലും അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ബന്ധം നിങ്ങളാണ്. അതുപോലെ തന്നെ നിങ്ങളെന്ന് പറയുന്ന റിലേഷനിൽ, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടി ഇവരെടുത്ത തീരുമാനം തെറ്റായി പോയോ, ഇതൊരു അബദ്ധമാണോ ഞാൻ ചെയ്തത്, അതായത് അവരുടെ ആ ഒരു നഷ്ടപ്പെട്ടു പോയ സമയത്തെക്കുറിച്ച് തന്നെയാണ് അവർ കൂടുതൽ ഓർത്ത് പശ്ചാത്തപിക്കുന്നതായിട്ട് കാണുന്നത്. അതായത് ശരിക്കും അവർ കറക്റ്റായിട്ടൊരു റിസ്ക് എടുത്തില്ല, അല്ലെങ്കിൽ അവരുടേതാകുന്ന ഒരു എഫോർട്ട് അവർ ഈ ഒരു റിലേഷനിലോ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്കോ വേണ്ടിയിട്ട് എടുത്തില്ല എന്നുള്ള ആ ഒരു കുറ്റബോധം, അതുപോലെ അവരെ മറ്റാരെങ്കിലുമൊക്കെ കുറ്റപ്പെടുത്തിയിട്ടുമുണ്ടാവാം കേട്ടോ. മൂന്നാമത് ചില വ്യക്തികളുടെ പ്രസൻസ് നിങ്ങളുടെ ബന്ധത്തിൽ പല രീതിയിലുള്ള ബ്ലോക്കേജുകൾ വരുത്തിയതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം മറ്റുള്ളവരെ കേൾക്കാൻ പോയത്, അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഫോക്കസ് ചെയ്ത് ഈ ബന്ധത്തിന് വാല്യൂ കൽപ്പിക്കാതെ പോയതും തെറ്റായി പോയി എന്നുള്ളത് അവർ ശരിക്കും ചിന്തിക്കുന്നുണ്ട്. ശരിക്കും അവരെ സംബന്ധിച്ച് ഇപ്പം നോക്കുമ്പം നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഹോൾഡ് ചെയ്താൽ പോലും അതിനകത്ത് ഒന്നും സാധ്യതകളൊന്നും കാണുന്നില്ല. അവർ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരിൽ കണക്റ്റഡ് ആണ്, പക്ഷേ സാധ്യതകളൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ്. ഒരു പക്ഷേ മറ്റൊരു സിറ്റുവേഷൻസ് നിങ്ങളുടെ വ്യക്തിക്ക് സ്ട്രോങ് ആയിട്ടുണ്ടാവാം. അതുകൊണ്ട് ആ ഒരു സിറ്റുവേഷൻസിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരിക്കലും നിങ്ങളിലേക്ക് വരാൻ പറ്റാത്ത ചില വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട്. അതായത് ബാലൻസ് ചെയ്ത് നിർത്തിക്കൊണ്ട്, തേർഡ് സിറ്റുവേഷൻസിനെ നിർത്തിക്കൊണ്ട് നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാനേ പറ്റുകയുള്ളൂ എന്നുള്ളൊരു മനസ്സിലാക്കൽ അവരെ വല്ലാതെ സ്റ്റക്കാക്കുന്നുണ്ട്. ആക്ഷൻ എടുക്കാൻ അവരെ അനുവദിക്കാതെ പോകുന്നുണ്ട്. അതായത് തേർഡ് സിറ്റുവേഷൻസിനെ നിർത്തിക്കൊണ്ട് നിങ്ങളിലേക്ക് വരിക എന്നത് അവർക്ക് ഒരു ബുദ്ധിമുട്ടാണ്, അതൊരു കുറ്റബോധമാണ്, സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തൊരു സിറ്റുവേഷൻസാണ്. മാത്രവുമല്ല അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ ഒരു വ്യക്തിത്വം അതിനെ അനുവദിക്കുന്നില്ല എന്നുള്ള എനർജിയും കൂടി കാണുന്നുണ്ട്. അതുകൊണ്ട് അവർ ശരിക്കും ചിന്തിക്കുകയാണ്, ആഴത്തിൽ ചിന്തിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. ദ ലവേഴ്സിൻ്റെ എനർജി വരുന്നുണ്ട്. പാസ്റ്റിൽ നിങ്ങളെ ഈ പേഴ്സൺ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചീറ്റിംഗ് ചെയ്തതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുമിച്ച് ലൈഫ് കണക്ട് ചെയ്ത് പോകണമെന്നും ആഗ്രഹിച്ച വ്യക്തികളുണ്ടാവാം. ഭാര്യഭർത്തൃ ബന്ധത്തോടു കൂടി ഒരുമിച്ച് ജീവിച്ച വ്യക്തികളുണ്ടാവാം. അതുപോലെ അതിന് തുല്യമാകുന്ന രീതിയിൽ ലൈഫ് സിറ്റുവേഷൻസിലൂടെ കടന്നുപോയ എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൻ്റെ എനർജിയിലുള്ളവരുണ്ടാകാം. എന്താണെങ്കിലും പാസ്റ്റിൽ നിങ്ങളെ ഇവർ ശക്തമായിട്ട് ചീറ്റിംഗ് ചെയ്തിരുന്നു. ആ ഒരു ചീറ്റിങ്ങിൻ്റെ ഫലം അവരിപ്പോൾ അനുഭവിക്കുകയാണ്. കർമ്മയിലാണ് അവർ. പൂർണ്ണമായിട്ടും അവർ പരാജയം സമ്മതിച്ച് വീണുപോയി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അവരുടെ ഒരു വീഴ്ചയിൽ കിടന്നുകൊണ്ട് തന്നെയാണ് നിങ്ങളെക്കുറിച്ചുള്ള ഈ ഒരു തോട്ട്സിലൂടെ അവർ കടന്നു പോകുന്നത്. നിങ്ങളുടെ ആ ഒരു നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അവർക്ക് ഏറ്റവും സ്വാധീനിക്കുന്ന, അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫീലിങ്സ് ആയിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇവിടെ ശക്തമാകുന്ന, ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആകുന്ന ഒരു ചീറ്റിംഗ് ആണ് നിങ്ങൾക്ക് സംഭവിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഫലമെന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് അവരും പരാജയമാണ് അനുഭവിക്കുന്നത്. അവർക്കൊരു സക്സസ് അല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരാഗ്രഹിക്കുന്ന ആ ഒരു ലവേഴ്സ് എനർജി അവർക്ക് ഇന്ന് ഒരിടത്തുമില്ല. ശൂന്യമായൊരവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. അവർ ഈ ഒരു സ്നേഹത്തിൻ്റെ, ഈ ഒരു പ്രസൻസിൻ്റെ മൂല്യം എത്രത്തോളമായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. അതായത് നമുക്ക് കിട്ടിയതിന് വാല്യൂ കൽപ്പിക്കാതെ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ എല്ലാത്തിനെയും നമ്മൾ അവഗണിച്ചും മാറ്റി നിർത്തിയും ജീവിച്ചെങ്കിലും ഇന്ന് അവരെ സംബന്ധിച്ച് നമുക്ക് നോക്കുമ്പം അതിൻ്റെ വാല്യൂ മനസ്സിലാകുന്ന, നഷ്ടബോധത്തിൻ്റെയും ചീറ്റിംഗ് ചെയ്തപ്പം അന്നുണ്ടായ സന്തോഷത്തിൻ്റെയൊക്കെ ഒരു എനർജി ഇന്ന് അവരെ സംബന്ധിച്ച് അതിനേക്കാൾ ശക്തമാകുന്ന പെയിൻ അനുഭവിക്കേണ്ടി വരുന്നു. അവരെ ഒരു സിറ്റുവേഷൻസുകൾ, അവരെവിടേക്കാണോ കണക്റ്റഡ് ആകുന്നത് അവിടെ ഒന്നും അവരെ വിശ്വസിക്കുന്നില്ലാത്ത വിധം തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോകേണ്ടി വരുന്നു. അവരെത്രത്തോളം ഉയർന്ന പൊസിഷനിലേക്ക് ഉയരാൻ ശ്രമിച്ചാലും, എന്തൊക്കെ നേടാൻ ശ്രമിച്ചാലും അതിലൊന്നും വാല്യൂ ഇല്ലാത്ത പോലെ ഒരു നോർമൽ ലൈഫ് എനർജിയിലൂടെ കടന്നു പോകേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. എന്താണേലും നിങ്ങളുടെ ഇമോഷൻസിനെ റിജക്റ്റ് ചെയ്തത്, നിങ്ങൾ കൊടുത്ത സ്നേഹത്തെ അവർ വലിച്ചെറിഞ്ഞത്, നിങ്ങളെ ഒരു ഇരയാക്കിയ, അതായത് നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്ത് തന്നു. അതായത് നിങ്ങളിൽ എന്തൊക്കെയോ കുറ്റങ്ങളുണ്ട്, നിങ്ങളെന്തോ മോശപ്പെട്ടു എന്നാണ് എന്നൊക്കെയുള്ളൊരു തോട്ട്സ് നിങ്ങളുടെ ഉള്ളിലേക്ക്
ഇവരുടെ പെരുമാറ്റത്തിലൂടെ, ഇവർ നിങ്ങളോട് കാണിച്ച ആ ഓരോ നിമിഷത്തെയും പെരുമാറ്റത്തിലൂടെ നിങ്ങൾക്ക് തോന്നേണ്ടി വന്നൊരവസ്ഥ, നിങ്ങളിലുള്ള എല്ലാ ഗുണങ്ങളെയും സ്റ്റക്കാക്കി കളഞ്ഞ എനർജിയെ ഇവർ സ്റ്റക്കാക്കി കളഞ്ഞ ആ ഒരു ചിന്തയെല്ലാം അവരെ ഇപ്പം ശക്തമായിട്ട് പിടികൂടുന്നുണ്ട്. അവർ കൺഫ്യൂസ്ഡ് എനർജിയിൽ തന്നെയാണ്, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവർ തോറ്റു എന്നുള്ളൊരു എനർജിയിലാണ് കറൻറ്റ്ലി നിൽക്കുന്നത്. കൂടാതെ തന്നെ ഇവിടെ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജി, ന്യായം നടപ്പിലാക്കപ്പെടാനുള്ള ഒരു സമയമാകുന്നുണ്ട്, വിധി മാറുന്നുണ്ട്. 2 ഓഫ് കപ്സിൻ്റെ എനർജി വരുന്നുണ്ട് നിങ്ങളിലേക്ക്. അവർ ഫോക്കസ്ഡ് ആണ്, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, ഒരു റീയൂണിയൻ എനർജിക്ക് അവർ 100% തയ്യാറാകുമെന്നുള്ളതായിട്ടുള്ള എനർജിയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്. പക്ഷെ അവരുടെ ലൈഫിൽ ഒരു വെല്ലുവിളി പോലെ ഒരു പക്ഷേ ഒരു മദർ എനർജിയുടെയോ അല്ലെങ്കിൽ ഒരു ഓൾഡ് ലേഡി പ്രസൻസോ, അതല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു നിയമപരമാകുന്ന വ്യക്തിയുടെ പ്രസൻസോ, ഇപ്പോൾ ഒരു അഡ്വക്കേറ്റായിട്ടൊക്കെ ജഡ്ജായിട്ടൊക്കെ ഇരിക്കുന്ന വ്യക്തികളുടെ പ്രസൻസോ നിങ്ങളുടെ റിലേഷനെ ബേസ് ചെയ്ത് ബ്ലോക്കാക്കി നിർത്താനായിട്ടുണ്ട് എന്നുള്ളത് കാണുന്നുണ്ട് കേട്ടോ. ആ ഒരു വെല്ലുവിളീനെ പുറത്ത് കടക്കുമ്പോഴാണ് തീർച്ചയായിട്ടും അവർക്കൊരു കറക്റ്റായൊരു തീരുമാനം എടുക്കാൻ പറ്റുകയുള്ളൂ എന്നുകൂടി കാണുന്നുണ്ട്. നെക്സ്റ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന നിങ്ങളുടെ ആ ഒരു മൂല്യം അവർ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ച് ഇപ്പം നിങ്ങളെക്കുറിച്ചുള്ളൊരു ചിന്തയിലേക്ക് നോക്കുമ്പം നിങ്ങൾ ഒറ്റയ്ക്ക് മുന്നോട്ടേക്ക് പോകാൻ പാകത്തിന് പ്രാപ്തമായി, നിങ്ങളൊരു സെൽഫ് ലവ് എനർജിയിലാണ്, നിങ്ങളൊരു ഫിനാൻഷ്യൽ ഫ്രീഡം എനർജിയിലാണ് എന്നൊക്കെയുള്ളൊരു ചിന്ത അവരിൽ കണക്റ്റഡ് ആകുന്നുണ്ട്. കൂടാതെ തന്നെ ഇതിനകത്ത് അവരേറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് നിങ്ങൾ അവരെ എപ്പോഴും കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവാം. ഒരു പൊസസീവ്നെസ്, ആ ഒരു ബന്ധത്തിൽ നിങ്ങൾ അവരെ പൂർണ്ണമായിട്ടും പിടിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവാം. ആ ഒരു ചിന്തകളാണ്, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ഫീലിങ്സാണ് നിങ്ങളെ ബ്ലോക്ക് ചെയ്ത വ്യക്തികളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ബ്ലോക്ക് ചെയ്ത് നിങ്ങളെ വിട്ടിരിക്കുന്ന, നിങ്ങളിൽ നിന്നും പെട്ടെന്ന് മാറിപ്പോകാൻ ശ്രമിച്ച, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ഇറിറ്റേഷനായിട്ട് ഫീൽ ചെയ്ത വ്യക്തികളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം, നിങ്ങളെപ്പോഴും ഒരു ഫ്രീഡം എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളാണ്, സ്വയം സക്സസ് ആവാൻ പവർഫുള്ളുള്ള വ്യക്തികളാണ്. പ്ലസ് നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ ആ ഒരു പേഴ്സണെ പൂർണ്ണമായിട്ടും ഫ്രീഡം കൊടുക്കാതെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു. ആ സമയം നിങ്ങൾ ഫ്രീഡം എനർജി ആഗ്രഹിക്കുന്നു, പക്ഷെ നിങ്ങളുടെ കൂടെയുള്ള വ്യക്തിക്ക് ഫ്രീഡം കൊടുക്കാൻ നിങ്ങൾ തയ്യാറല്ല എന്നുള്ളൊരു ചിന്ത ഇവരിൽ കണക്റ്റഡായി. ഒരു പക്ഷേ എപ്പോഴും നിങ്ങൾ വിളിക്കുകയും അന്വേഷിക്കുകയും അറിയാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തത് അവരെ സംബന്ധിച്ച് അവർക്കൊരു ബ്ലോക്ക് ഫീലിങ്സ് വന്നു. അതാണ് തീർച്ചയായിട്ടും ഇതിനകത്തൊരു ബ്ലോക്കിംഗ് എനർജിയിലേക്ക് പോയതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇടയ്ക്ക് അവരുടെ മനസ്സിലൊരു കൺഫ്യൂഷൻ ഉണ്ട്, ഒരു എന്താ പറയുക, ഒരു തെറ്റിദ്ധാരണയുണ്ട്. 6 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടോ, അവർ നിങ്ങൾക്കൊരു ബൗണ്ടറി ഇട്ടപ്പം നിങ്ങൾ ഈ ഒരു റിലേഷനിൽ നിന്ന് പൂർണ്ണമായും പോയോ, നിങ്ങൾ ഓവർകം ചെയ്തോ എന്നുള്ളൊരു ചിന്ത അവരെ വല്ലാതെ സ്റ്റക്കാക്കി കളയുന്നുണ്ട്. അതായത് നിങ്ങൾ അവരെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത് അവർക്കൊരു ഹാപ്പി മൊമെൻറ്റ്സ് ആണ്, അവർക്കൊരു പോസിറ്റീവ് എനർജിയാണ്. അതേസമയം നിങ്ങൾ റിലേഷനിൽ നിന്ന് പുറത്തു പോയി നിങ്ങൾ പോസിറ്റീവായി, നിങ്ങൾ ഫ്രീഡം എനർജിയിലേക്ക് മാറി, നിങ്ങൾ ഈ ഒരു ബന്ധനത്തിൽ നിന്ന് പുറത്ത് ചാടി എന്ന് ഓർക്കുമ്പം അവരെ സംബന്ധിച്ച് അവർക്കൊരു സ്റ്റക്നെസ് വരുന്നുണ്ട്. അപ്പം അവരാഗ്രഹിക്കുന്നത് എപ്പോഴും നിങ്ങൾ അവരെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കട്ടെ. അവരവരുടെ കാര്യങ്ങളിലേക്ക് പോകും, നിങ്ങളെ ചിലപ്പോൾ അവഗണിക്കും. അതിലൊക്കെ നിങ്ങൾ കുറ്റങ്ങളില്ലാതെ നിങ്ങൾ അവരെ ഫോക്കസ് ചെയ്തുകൊണ്ടേ ഇരിക്കട്ടെ എന്നുള്ളൊരു തോട്ട്സ്, അതൊരു ഈഗോ മാത്രമല്ല, ഒരു ക്രൂവൽ മൈൻഡ് സെറ്റും കൂടിയാണ് നമുക്കതിനെ പറയാൻ സാധിക്കുന്നത് കേട്ടോ. അതൊരു എന്താ പറയുക, ആ ഒരു മറ്റൊരു വ്യക്തിയുടെ പെയിൻ എക്സ്പീരിയൻസ് ചെയ്യാൻ, അല്ലെങ്കിൽ മറ്റൊരാളുടെ വേദനയ്ക്ക് വാല്യൂ കൊടുക്കാത്ത വ്യക്തികളായതുകൊണ്ടാണ് ആ ഒരു ചിന്തയിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണുന്നത്. എന്താണെങ്കിലും അവരെ സംബന്ധിച്ച് അവരൊരു ബർഡനാണ് ഇപ്പോൾ ചുമക്കുന്നത്. അത് പറയാനും പറ്റുന്നില്ല, ഇറക്കി വെക്കാനും പറ്റുന്നില്ല, മറ്റൊരാളിലേക്ക് തോളിലേക്ക് വെച്ച് കൊടുക്കാനും പറ്റുന്നില്ലാത്ത വിധമുള്ളൊരു ബർഡൻ അവർ ചുമക്കുന്നുണ്ട്. അവരുടെ മനസ്സിനകത്ത് അവർക്കൊരു സന്തോഷം, നിങ്ങൾ അവരെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് സ്റ്റിൽ വെയിറ്റിംഗ് ആണെങ്കിൽ വീണ്ടും ഈ ഒരു ബന്ധം ഒരു ശക്തമാകുന്ന, പോസിറ്റീവ് ആകുന്ന, ഒരു ഹാപ്പി ഫാമിലി എനർജിയിലേക്ക്, സന്തോഷകരമാകുന്ന നിമിഷത്തിലേക്ക് കൊണ്ടെത്തിക്കണം. അതായത് ഇനി നിങ്ങൾക്കിടയിൽ ഈ സെപ്പറേറ്റഡ് ആയിട്ട് മോണാൻ്റെ സിറ്റുവേഷൻസ് പോലെയൊക്കെ നിൽക്കുന്നവർക്ക് ആ പേഴ്സൺ പൂർണ്ണമായിട്ട് ഹീലായിട്ട്, അതായത് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് പ്രസൻസോ മടുപ്പോ ഒക്കെ തോന്നുമ്പോഴാണ് ബന്ധങ്ങളിൽ നിന്നും വിട്ടുപോകുന്നത്, അല്ലെങ്കിൽ മൂന്നാമതൊരു വ്യക്തിയുടെ പ്രസൻസ് വരുമ്പോഴാണ്. അപ്പം ആ ഒരു നിങ്ങൾക്കിടയിൽ വിള്ളൽ വരാനുണ്ടായ കാരണം എന്തായാലും
അതിന് ഒരു എൻഡിങ് വരുമ്പോൾ, ഒരു ഹീലിംഗ് സംഭവിക്കുമ്പം അവർ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരും. അതിന് ചിലപ്പോൾ ടൈം എടുക്കും, ചിലപ്പോൾ വർഷങ്ങൾ എടുക്കും ആ ഒരു കർമ്മ ഹീലിങ്ങിലേക്കൊക്കെ പെട്ടുപോകുന്ന ബന്ധങ്ങൾക്ക് മാറിക്കിട്ടാൻ. തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്കൊക്കെ പോകുന്നത് ഒരു 3-4 മാസം കഴിയുമ്പോഴോ വർഷങ്ങൾക്ക് ഉള്ളിലൊക്കെ പെട്ടെന്ന് 1 ഇയറിനൊക്കെ ഉള്ളിൽ തിരിച്ചു വരും. കാരണം അവിടെ അത് ശാശ്വതമായിരിക്കില്ല. നിങ്ങളെ പെയിൻ ആക്കിയിട്ട് മറ്റൊരു തേർഡ് സിറ്റുവേഷൻസിലേക്ക് പോയാൽ അത് സക്സസ് ആവില്ല ഒരു കാരണവശാലും. അപ്പോൾ അത് പെട്ടെന്നൊക്കെ തിരിച്ചു വരിക തന്നെ ചെയ്യും. അതേസമയം കർമ്മയാണെങ്കിൽ അത് വർഷങ്ങൾ, എത്ര വർഷമാണോ കർമ്മ കിടക്കുന്നത് അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും. ഒരു പക്ഷേ നിങ്ങളെല്ലാം മറന്ന് മറ്റൊരു ലൈഫിലേക്ക് കണക്റ്റഡ് ആകുമ്പോഴായിരിക്കും ഈ ഒരു വ്യക്തിയുടെ എനർജി വരുന്നത്. പിന്നെ നിങ്ങൾ അവിടെ വീണ്ടും പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ ആഗ്രഹിക്കുന്നത് ഹാപ്പി ഫാമിലി എനർജി എന്നുള്ളൊരു സിറ്റുവേഷൻസ്. അവർക്ക് വേണ്ടി വെയിറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ, അപ്പോഴും അവരുടെ ഒരു ഈഗോയാണ് അവിടെ തെളിഞ്ഞ് കാണുന്നത്. നിങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ അവരൊരു ഹാപ്പി ഫാമിലി എനർജി അവിടെ ക്രിയേറ്റ് ചെയ്യാം, സന്തോഷകരമായി വീണ്ടും ഇതിനെ കണക്ട് ചെയ്ത് എടുക്കാം എന്നുള്ള ഒരു ഫീലിങ്സ് അവരിൽ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ദ ചാരിയറ്റിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. സെൽഫിഷ് മെൻറ്റാലിറ്റിയാണ് അവരെ സംബന്ധിച്ച്. എത്ര ബുദ്ധിമുട്ട് അനുഭവിച്ചാലും മറ്റൊരാളെ ആശ്രയിക്കില്ല, മറ്റൊരാളെ മുമ്പിൽ തോറ്റു കൊടുക്കില്ല എന്നുള്ള ഒരു സെൽഫിഷ് മെൻറ്റാലിറ്റി വളരെ സ്ട്രോങ് ആയിട്ടാണ് അവരിൽ കറൻറ്റ്ലി നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ജസ്റ്റിസ് നടക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിവൈൻ ഒരു പോരാട്ടം തന്നെ അവർക്കെതിരെ നടത്തുന്നുണ്ട്. അത് അവരെ സംബന്ധിച്ച് കുറ്റബോധം ഉണ്ടാക്കുന്നുണ്ട്. അവർ ചേർത്ത് പിടിച്ചത് അവരുടെ ഫാമിലീനെ ആയിരിക്കാം. ആ ഫാമിലിയിൽ നിന്നും അവർക്ക് ചില തിക്ത അനുഭവങ്ങൾ, അവർ പ്രതീക്ഷിച്ച സക്സസ്സോ കാര്യങ്ങളോ ഒന്നും ഫാമിലിയിൽ നിന്നോ സപ്പോർട്ടോ ഒന്നും കിട്ടുന്നില്ല. അവിടെ അവർക്ക് ഇപ്പോൾ ഒരു കുറ്റബോധം തോന്നുന്നുണ്ട്, പശ്ചാത്താപം, തെറ്റുപറ്റി എന്നുള്ളൊരു ഫീലിങ്സ് വരുന്നുണ്ട്. നെക്സ്റ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അവർ കാത്തിരിക്കുന്നുമാണ്. സമയം ചേഞ്ച് ആവട്ടെ, അവസരം വരട്ടെ എന്നുള്ളൊരു കാത്തിരിപ്പിൻ്റെ എനർജിയാണ് കാണുന്നത്. പ്രതിസന്ധിനെയൊക്കെ തരണം ചെയ്ത് ഒരു ന്യൂ ബിഗിനിങ്, 4 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. വീണ്ടും പഴയതിനേക്കാൾ സന്തോഷകരമാകുന്ന നിമിഷങ്ങൾ ഉണ്ടാകുമെന്ന ഒരു വിശ്വാസം അവർക്കിടയിലുണ്ട്. അതുപോലെ തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും മറികടന്ന് ഒരു പുതിയ തുടക്കം ഉണ്ടാകാൻ സാധിക്കുമെന്നും, ചിലരെ സംബന്ധിച്ച് വീണ്ടും നല്ലൊരു ഫാമിലി ലൈഫിലേക്ക്, കുടുംബജീവിതത്തിലേക്ക് പഴയതുപോലെ പാർട്ട്ണർ എനർജിയായിട്ട് കണക്റ്റ് ചെയ്ത് ചിലരെ സംബന്ധിച്ച് വിവാഹം എന്ന എനർജിയിലേക്ക് എത്തിച്ചേരും എന്നുള്ളൊരു വിശ്വാസം നിങ്ങളുടെ പേഴ്സൻ്റെ ഉള്ളിലുണ്ട്. നിങ്ങളുടെ കാത്തിരിപ്പിന് 100% ഫലം ലഭിക്കും, അതിന് യാതൊരു സംശയവുമില്ല. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നിങ്ങളെ തേടി വരുന്നത്. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് റീഡിങ്സുകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ സ്വയം വിലയിരുത്തുക കേട്ടോ.